മമ്മൂട്ടി ബിഗ് ബി സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. ലോർഡ്സ് ടെസ്റ്റിലെ 3-ാം ദിനം അവസാന സെക്ഷനിലെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ഇംഗ്ലണ്ട് പ്ലെയേഴ്സ് അനാവശ്യമായിട്ട് സമയം വൈകിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർക്ക് യാതൊരു ലോജിക്കില്ലാതെ ആണ് അവർ സമയം പാഴാക്കാൻ ശ്രമിക്കുന്നത്. ബുംറ എറിഞ്ഞ അവസാന ഓവറിൽ സാക്രോളി എല്ലാം ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിലൊന്നും യാതൊരു ലോജിക്കും ഇല്ല, എന്തിനാണ് ഇത്രയധികം സമയം പാഴാക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു നിമിഷങ്ങളിലെല്ലാം ഇന്ത്യൻ പ്ലെയേഴ്സ് വന്നിട്ട് ഇവർക്ക് നേരെ ചീറിയെടുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ. നമ്മുടെ കോഹ്ലി എവിടെയാണോ വിട്ടിട്ട് പോയത് അവിടെ തന്നെയാണ് ശുഭ്മാൻ ഗില്ല് തുടങ്ങുന്നത് എന്നുള്ളത് ഏകദേശം വ്യക്തമായിരുന്നു. ഇന്നലെ അദ്ദേഹം നല്ല രീതിയിൽ ചാർജ് എടുപ്പായിരുന്നു. നമ്മുടെ സാക്രോളിക്കെതിരെ പോയിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു. അല്പം ധൈര്യം കാണിക്കടേ എന്നൊക്കെ രീതിയിലുള്ള സംസാരങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീ എന്തായാലും പോകും എന്നുള്ളത് കാര്യം പറയേണ്ടതില്ല. പിന്നെ സിറാജിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മറ്റ് ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാവരും ഇവരിങ്ങനെ സമയം വൈകിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴും ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ ചീറിയെടുക്കുകയായിരുന്നു. നല്ല രീതിയിൽ അവർ സ്ലെഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഒരു രസമുള്ളൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. വളരെ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ സ്പൈസി ആവുന്നത് ഇങ്ങനെയുള്ള സ്ലെഡ്ജിങ് എല്ലാം നടക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഒരസൽ മൊമെൻറ്റ്സ് ഒക്കെ അതൊക്കെ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പാർട്ടാണ്. അത് നല്ല രീതിയിൽ തന്നെ ഇന്നലെ നടന്നു. ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ലൈവ് കാണാൻ പറ്റിയവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇനി വരുന്ന 2 ദിവസങ്ങൾ നല്ല രീതിയിൽ സ്പൈസി ആയിരിക്കും ഉറപ്പാണ്. എന്തായാലും ഇംഗ്ലണ്ട് ഈ കളി ജയിക്കാൻ തന്നെ ആയിരിക്കും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അതായത് ഇന്ന് അവർ തീർച്ചയായിട്ടും ബേസ്ബോൾ ക്രിക്കറ്റ് നല്ല രീതിയിൽ സ്പീഡിൽ സ്കോർ ചെയ്യാൻ തന്നെ ആയിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യൻ പേസേഴ്സും നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു സെൽ പ്ലസ് ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം കൂടിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വളരെ എൻജോയബിൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അതൊന്നും മിസ്സാക്കരുത്. എന്തായാലും ശുഭ്മാൻ ഗില്ല് ഇന്നലെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം, കാരണം സാക്രോളി ഒരു വളരെ ലോജിക്കില്ലാത്ത രീതിയിലായിരുന്നു സമയം പാഴാക്കുന്നത്. അപ്പോൾ ശുഭ്മാൻ ഗില്ല് നേരിട്ട് പോയിട്ട് വിരൽ ചൂണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം നല്ല രസമായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.